അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള കർമ്മങ്ങളായിരിക്കണം, ഇബാദത്തുകളായിരിക്കണം നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്ന കാര്യമാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ കബൂലാക്കുന്ന, തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ നാം ചെയ്യണം. ആ കർമ്മങ്ങളുടെ, ഇബാദത്തുകളുടെ ലക്ഷ്യമെന്ത് എന്ന കാര്യമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചു വരുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മമാവുക, അതാണ് ഇബാദത്തുകളുടെ കാതൽ. നാം അവന് വേണ്ടി നിർവഹിക്കുന്ന കർമ്മങ്ങളുടെ കാതൽ അതാണ് എന്ന കാര്യം നാം സൂചിപ്പിച്ചു. ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മവും അവൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാകണം എന്ന് വെച്ചാൽ അവൻ്റെ തൃപ്തിക്ക് അർഹമായ കർമ്മം നാം ചെയ്യണം. അവൻ്റെ തൃപ്തിക്ക് ഉതകുന്ന തരത്തിലുള്ള കർമ്മം ചെയ്യണം. നമ്മളൊരു കർമ്മം ചെയ്ത് അവൻ സ്വീകരിക്കട്ടെ എന്നല്ല, അവൻ്റെ തൃപ്തിയും പൊരുത്തവും ഏത് വിധത്തിലായിരിക്കണം എൻ്റെ കർമ്മത്തിൽ, അങ്ങനെയുള്ള കർമ്മമാക്കി എൻ്റെ കർമ്മത്തെ മാറ്റണം. ഒരുപാട് വഴിത്തിരിവുകൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കും. അഥവാ ജനങ്ങൾ കാണാൻ, അവരുടെ പ്രശംസയ്ക്ക് വേണ്ടി ആയിപ്പോകും. ജനക്കൂട്ടത്തിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ ജനങ്ങൾ കാണാൻ വേണ്ടിയാകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിലൊരു അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അങ്ങനെയാകരുത്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഒരു കർമ്മം ജനങ്ങളുടെ പ്രശസ്തി, ജനങ്ങൾ കാണാൻ വേണ്ടി ആകുമ്പോൾ അത് ശിർക്കാണ്. റിയാഉ ശിർക്കുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റിയാ ശിർക്കാണ്. ശരിക്കുള്ള ശിർക്കായി തന്നെ റിയാ പല രംഗത്തും മാറിപ്പോകും. അറിയാതെ സംഭവിക്കുന്ന ഒരു കാഴ്ചയല്ല ഇത്. ലക്ഷ്യം തന്നെ അതാകുമ്പോൾ അത് ശിർക്കു തന്നെയാണ്. ശിർക്കായി മാറുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കർമ്മമാണ്. അവൻ കോപിക്കുന്ന കർമ്മവും, അവന്റെ തൃപ്തി ലഭിക്കാത്ത എന്ന് മാത്രമല്ല, അവന്റെ കോപത്തിന് കാരണമായി തീരുന്ന കർമ്മം കൂടിയാണ്. നോക്കുക, വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിലെ 161-ാമത്തെ വചനം സൂചിപ്പിക്കുന്നു, അഫമനിത്തബഅ റിദ്വാനല്ലാഹി. അപ്പോൾ ഒരാൾ അള്ളാഹുവിന്റെ റിദ്വാനിനെ, തൃപ്തിയെ പിൻപറ്റി. പ്രത്യേകം ശ്രദ്ധിക്കണം പ്രയോഗം, അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റിയവനും കമൻ ബഅ ബിസഖത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കോപത്തിന് അർഹനായി മടങ്ങിയവനെ പോലെയാകുമോ? അങ്ങനെ ജീവിതം അവസാനിച്ചവനെ പോലെയാകുമോ? അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റുക, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവൻ കൽപ്പിച്ചതിനെ സ്വീകരിക്കുക, അവൻ വിരോധിച്ചതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക, അവൻ ചെയ്യാൻ പറഞ്ഞത് അവന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുക. അഫമനിത്തബഅ റിദ്വാനല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തൃപ്തിയെ പിൻപറ്റിയവൻ അങ്ങനെയുള്ളവനാണ്. അവൻ അങ്ങനെയുള്ളവന്റെ കർമ്മമാണ് അള്ളാഹു സ്വീകരിക്കുക. അല്ലാത്തവന്റെ കർമ്മം, അവനുള്ള അഭയം ജഹന്നം, അള്ളാഹുവിന്റെ കോപത്തിന് അർഹനായവന്റെ അഭയസ്ഥാനം ജഹന്നമാണ്, നരകമാണ്. ബിഅ്സൽ മസീർ, എന്തൊരു മോശമായ ജീവിതത്തിന്റെ പരിണിതിയാണ് അവന് സംഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹു ഒരു മറക്ക് പിന്നിൽ നിന്നും നേരിട്ട് സംസാരിച്ച പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനാ പർവ്വതത്തിൽ ചെല്ലുന്ന സന്ദർഭം, തൗറാത്ത് സ്വീകരിക്കുവാനുള്ള 40 ദിവസത്തെ ധ്യാനത്തിനിരിക്കുന്ന ആ യാത്രയെപ്പറ്റി വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, മാ അജലക അൻ ഖൗമിക യാ മൂസ. മൂസ, ഹേ മൂസ, എന്തേ നിന്റെ ജനതയെ വിട്ട് ഇത്ര ധൃതിപ്പെട്ടു ഉത്സുകനായി വന്നത്? ഖാല ഹും അലാ അസരി,
അവരൊക്കെ എൻ്റെ ജനത എൻ്റെ പിന്നാലെയുണ്ട്. വാജിൽതു ഇലൈക റബ്ബി ലിതർദാ, ഞാൻ ധൃതി കൂട്ടി നിന്റെ അടുക്കിലേക്ക് ഓടി വന്നത് എൻ്റെ രക്ഷിതാവ് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഓടി വന്നത്, ധൃതിപ്പെട്ടു വന്നത്. അപ്പോൾ സഹോദരന്മാരെ, കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാകണം, അതിലേക്ക് തിരിച്ചുവിടുന്നതാകണം. ഒരു നല്ല യുവാവിൻ്റെ പ്രാർത്ഥന, നല്ലവനായ ഒരു യുവാവിൻ്റെ യുവത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശക്തിയുടെ ഓജസ് നിറഞ്ഞ സമയമാണ്. അവന്റെ ഇളകിമറിയുന്ന ജീവിതത്തിന്റെ കർമ്മങ്ങൾ ഇളകിമറിയുന്ന ശക്തമായ പ്രഭാവം ഉള്ള കാലമാണത്. ഉത്തരവാദിത്തങ്ങളുമായി, കുടുംബമായി എല്ലാം നിറഞ്ഞു നിൽക്കുന്ന, സമൂഹത്തിന് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രായം. ആ പ്രായത്തിൽ അവനിൽ നിന്നും ഉദിച്ചുയരുന്ന, റബ്ബിനെ അറിഞ്ഞപ്പോൾ അവനിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥനയെപ്പറ്റി, തേട്ടത്തെപ്പറ്റി ഖുർആൻ പറയുന്നു. ഹത്താ ഇദാ ബലഗ, സൂറത്തുൽ അഹ്ഖാഫ് 46-ാമത്തെ വചനം, അധ്യായം 15-ാമത്തെ സൂക്തം പരിശോധിക്കണം. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ ആ ഒരു മനുഷ്യന്റെ ശക്തമായ പ്രഭാവത്തിന്റെ പ്രായമെത്തി. വബലഗ 40 സനത്തൻ, അവന്റെ 40ന്റെ നിറവിലെത്തി. ഒരു വല്ലാത്ത പ്രായമാണത്, 40ന്റെ നിറവ്, നിറഞ്ഞ യൗവനം ആ കാലത്തിലെത്തി. ഖാല, അവൻ പ്രാർത്ഥിക്കുന്നു, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ മേൽ നീ അനുഗ്രഹിച്ച അനവധി എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയുള്ളവനാകാൻ എന്നിൽ പ്രചോദനം ജനിപ്പിക്കണമേ. അല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിലൂടെ എനിക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾക്കും എല്ലാം നന്ദി കാണിക്കുവാൻ പ്രചോദനം നൽകണമേ. വൻ അമല സാലിഹൻ തർളാ, നീ ഇഷ്ടപ്പെടുന്നതായ കർമ്മങ്ങൾ എന്നിൽ വരാനും, സാലിഹായ അഥവാ നീ തൃപ്തിപ്പെടാൻ അർഹമായ രൂപത്തിലുള്ള കർമ്മം. മാഉൻ സാലിഹുൻ ലിശുർബ്, നമ്മൾ കേട്ടിട്ടില്ലേ? ഗൾഫിലൊക്കെ കുടിവെള്ള വണ്ടിയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കും, കുടിക്കാൻ പാകത്തിലുള്ള വെള്ളം. സാലിഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് യോജിച്ചതായ കർമ്മങ്ങൾ എന്നിലൂടെ വരാൻ എനിക്ക് പ്രചോദനമുണ്ടാക്കണം, എന്നിൽ പ്രചോദനം ജനിപ്പിക്കണമേ എന്ന് ഒരു യുവാവിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അമലുകൾ, നമ്മുടെ ഇബാദത്തുകൾ എല്ലാം റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം തിരിച്ചുവിടണം. റബ്ബിൻ്റെ മുമ്പിൽ നിസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ മുമ്പിൽ അവൻ്റെ തൃപ്തി, റബ്ബി ലിതർദാ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ റുകൂയിൽ ഞാൻ നിനക്ക് കുമ്പിടുന്നത്, നിനക്ക് സാഷ്ടാംഗത്തിൽ വീഴുന്നത്. നീ തൃപ്തിപ്പെടാൻ ആ ഒരു നീയത്തോടു കൂടെ ഓരോ കർമ്മത്തിൻ്റെ കൂടെയും റബ്ബിൻ്റെ തൃപ്തി, അവൻ്റെ തൃപ്തി മാത്രം. റുക്കൂ ചെയ്യുമ്പോൾ റബ്ബി ലിതർദാ, നീ തൃപ്തിപ്പെടാൻ ഓരോ കർമ്മങ്ങളും. നോമ്പിൻ്റെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അനിസ്സിയാം, നോമ്പിനെ പറ്റി. ഖാല റബ്ബുക്കും, ഖുദ്സിയായ ഹദീസ്. അതുകൊണ്ടാണ് ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു. അസ്സ വജല്ല, മഹാനും മഹാപ്രതാപിയുമായ നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞു, അബ്ദി തറക്ക ശഹ്വതഹു വ തആമഹു, എൻ്റെ പ്രിയപ്പെട്ട അടിമ അവൻ്റെ മോഹങ്ങളെല്ലാം ഒഴിവാക്കി, അവൻ്റെ ഭക്ഷണം ഒഴിവാക്കി. വശറാബഹു, അവൻ്റെ കുടിനീർ അവൻ ഒഴിവാക്കി. ഇബ്തിഗാ മർദാതി, എൻ്റെ തൃപ്തി മാത്രം തേടിക്കൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം തേടിക്കൊണ്ടുള്ള ഒരു കർമ്മമാണ്, ദീർഘമായ സമയം നീണ്ടു നിൽക്കുന്ന കർമ്മമാണ് നോമ്പ്. ഓരോ സന്ദർഭങ്ങളിലും നോമ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളിലും റബ്ബി ലിതർദാ, റബ്ബി ലിതർദാ, എൻ്റെ രക്ഷിതാവേ, നീ തൃപ്തിപ്പെടാനാണ് ഞാൻ
എന്ന ആ ഒരു നീണ്ടു നിൽക്കുന്ന നീയത്തിൽ തന്നെയായിരിക്കണം നോമ്പ്. വസ്സൗമുലി, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോമ്പ് എനിക്കാണ്, എൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവൻ ചെയ്തത്. വ അന അജ്സി ബിഹി, ഞാൻ അവന് പ്രതിഫലം ഇരു ലോകത്തും കൊടുക്കും. അത്രയും മഹത്തായ കർമ്മമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി, അവൻ്റെ തൃപ്തി, അവൻ്റെ വജ്ഹ്, അവൻ്റെ റിള, അതുദ്ദേശിച്ചു കൊണ്ടാവുക ഓരോ കർമ്മങ്ങളും. ദാനം ചെയ്യുന്ന സന്ദർഭം, ഒരു മനുഷ്യനെ സഹായിക്കുന്ന സന്ദർഭം, ഒരു പരോപകാരം ചെയ്യുന്ന സന്ദർഭം നോക്കുക. എന്തായിരിക്കണം ഉദ്ദേശ്യം? സൂറത്തുൽ ലൈലിൽ പറയുന്നു, വമാലി അഹദിൻ ഇൻദഹു, അവന്റെ പക്കലിൽ ഇല്ല, ഒരുത്തനും ഇല്ല, മിൻ നിഅമത്തിൻ തുജ്സ, അയാളുടെ ഒരു പ്രത്യുപകാരം, ഒരു നല്ല വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടായി. എല്ലാം ഖാലിസായി റബ്ബിന്റെ തൃപ്തിയിലേക്ക് ഫോക്കസ് ചെയ്ത ദാനം ആയിരിക്കണം. അവനിൽ നിന്നൊരു ലൈക്ക് കിട്ടാൻ, അവനിൽ നിന്നൊരു നല്ല വാക്ക് കിട്ടാനില്ല, എൻ്റെ മക്കൾ ഒന്നും കൊടുക്കാനില്ല, ഒരു നിയമത്തും എനിക്ക് ഷെയർ ചെയ്യാനില്ല. അൽ ആല, ഏറ്റവും മേലെയുള്ള അത്യുന്നതനായവന്റെ, എൻ്റെ രക്ഷിതാവിൻ്റെ പ്രീതി മാത്രം, അതിനുവേണ്ടി മാത്രമാണ് ധർമ്മം. അങ്ങനെ ചെയ്യുന്ന ധർമ്മം വലസൗഫ യർദ, ഉടനെ തന്നെ അവൻ അത് തൃപ്തിയോടുകൂടെ സ്വീകരിക്കും. ആ മനുഷ്യനെ, ആ ധർമ്മിഷ്ഠനെ, ആ നല്ല വ്യക്തിയെ അള്ളാഹു യർദ, അവൻ തൃപ്തിപ്പെടും. വലസൗഫ യർദ, ഉടനെ തന്നെ അവൻ തൃപ്തിപ്പെടുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ നീളം ഓരോന്നും, നമ്മുടെ കർമ്മങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ്, റബ്ബിൻ്റെ, രക്ഷിതാവിൻ്റെ, സ്രഷ്ടാവിൻ്റെ തൃപ്തി മാത്രം. സങ്കടങ്ങൾ വരുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, എല്ലാ സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഒരു സംഭവം നമുക്ക് വിവരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രൻ കൊച്ചുനാളിൽ മരണപ്പെട്ടു, വഫാത്തായി. 16 മാസം മാത്രം പ്രായമായ ഇബ്രാഹിം എന്ന തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ അവസാന നിമിഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ എടുത്തു. വഖബ്ബലഹു, ചുംബനം ചാർത്തി. വശമ്മഹു, മുത്തി മണത്തു. വഅൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തദ്രിഫാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കണ്ണുകളും കണ്ണു നിറഞ്ഞു, കുടുകുട കണ്ണീരൊഴുകി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തിരു അനുജനൻ ചോദിച്ചു, വാൻ യാ റസൂലുള്ളാഹ്, തിരുദൂതരെ അങ്ങും സെന്റിമെന്റ് ആവുകയാണോ? വൈകാരികമായി പോവുകയാണോ? നിയന്ത്രണം പോവുകയാണോ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഐന തദ്മാഉ, കണ്ണുകൾ ഈറനണിയും, അത് അതിൻ്റെ കാരുണ്യമാണ്. വൽ ഖൽബു യഹ്സുനു, അള്ളാഹു വിട്ടു തരുന്ന മഹാകാരുണ്യമാണ് കൽബിൽ, ഹൃദയത്തിലുണ്ടാകുന്ന ആ സങ്കടം. എന്നാൽ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ രക്ഷിതാവിന് തൃപ്തിപ്പെടാത്ത ഒരു വാക്കും ഞങ്ങൾ പറയില്ല. ഞങ്ങളിത് സ്വീകരിക്കും, റബ്ബ് അനുവദിച്ചു തന്നത് സ്വീകരിച്ചുകൊണ്ട് തൃപ്തിയോടുകൂടെ ജീവിതത്തെ സംതൃപ്തമായി റബ്ബിലേക്ക് ഞങ്ങൾ തിരിച്ചുവിടുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു വാക്ക് പോലും, ഒരു സാഹചര്യത്തിലും, ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കും പറയാത്ത ഒരു ജീവിതമായി റബ്ബിലേക്ക് തിരിച്ചുവിടുന്നതായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ എന്ന് ഉണർത്തുകയാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിനൽ അമലി മാ തറല്ലാ, അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ഉണ്ടാകാൻ, ഞങ്ങളിലുണ്ടാകാൻ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. നസ്അലുക, നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ, നാഥ, തൃപ്തിപ്പെട്ട, നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ഉണ്ടാകാൻ. എല്ലാ ഇബാദത്തുകളുടെയും ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം, അതാണ് റിളല്ലാ, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാവുക. ആ റിളയിൽ നിന്നാണ് ബാക്കി എല്ലാം ഉദിച്ചുയരുന്നത്. നന്ദി,
ശുക്ർ, ഹംദ് എല്ലാം അതിൻ്റെ ഭാഗമായി വരുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിൻ്റെ ഓരോ കർമ്മങ്ങളും അവൻ തൃപ്തിപ്പെടുന്ന വിധത്തിൽ ചെയ്ത് പരിപൂർണ വിജയം വരിച്ചുകൊണ്ട് ഐഹിക പാരത്രിക മോക്ഷം ലഭിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ അവൻ നമുക്ക് പ്രചോദനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.